നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. നാളെ മുതൽ സാമ്പത്തിക മേഖലയിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ നോക്കാം. പാൻ കാർഡിന് ആധാർ. നാളെ മുതൽ വ്യക്തികൾക്ക് പാൻ കാർഡിനായി അപേക്ഷിക്കാൻ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സേഷൻ പുതിയ നിയമപ്രകാരമാണിത്. ഇതുവരെ ഏതെങ്കിലും ഒരു അംഗീകൃത ഐഡൻറ്റി കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ പാൻ കാർഡിന് അപേക്ഷിക്കാമായിരുന്നു. ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ കൂടുതൽ സമയം. 2025-26 അസസ്മെൻറ്റ് വർഷത്തെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി മുൻപ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ 31 ആയിരുന്നു. എന്നാൽ പിന്നീട് സെപ്റ്റംബർ 15 വരെ സമയം നീട്ടി. എന്നാൽ റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതികളിലെ വെബ്സൈറ്റിന് തിരക്ക് മൂലം സാങ്കേതിക തകരാറുകൾക്ക് സാധ്യതയുള്ളതിനാൽ ഈ മാസം തന്നെ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതാണ് ഉചിതം. എയർ ആക്സിഡൻഷ്യൽ ഇൻഷുറൻസ് നിർത്തി SBI കാർഡ്. SBI കാർഡ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യുന്ന എയർ ടിക്കറ്റിന് കോംപ്ലിമെൻ്ററായി നൽകിയിരുന്ന 1 കോടി രൂപയുടെ ഇൻഷുറൻസ് ചില പ്രീമിയം കാർഡുകളെ ജൂലൈ 15 മുതൽ നിർത്തലാക്കും. SBI കാർഡ് എലീറ്റ്, മൈൽസ് പ്രൈം തുടങ്ങിയ കാർഡുകളിൽ ഇനി ഈ സേവനം ലഭിക്കില്ല. SBI കാർഡ് പ്രൈം, SBI കാർഡ് പൾസ് എന്നിവയിൽ നൽകിയിരിക്കുന്ന 50 ലക്ഷം രൂപയുടെ ഈ ഇൻഷുറൻസും ജൂലൈ 15 മുതൽ നിർത്തും. ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കാൻ. SBI ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം എമൗണ്ട് ഡ്യൂ കണക്കാക്കുന്നതിലും 15 മുതൽ ചില വ്യത്യാസങ്ങൾ കമ്പനി വരുത്തുന്നുണ്ട്. HDFC ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുന്ന ഇടപാടുകൾക്ക് ഫീസിൽ നാളെ മുതൽ മാറ്റം വരുത്തുന്നു. സർവീസ് ATM ചാർജുകളിൽ മാറ്റം. ICICI ബാങ്കും ആക്സിസ് ബാങ്കും വിവിധ സർവീസ് ചാർജുകൾ നാളെ മുതൽ പരിഷ്കരിക്കുന്നുണ്ട്. ATM ഇടപാടിലെ ഫീസിന് മാറ്റങ്ങളുണ്ട്. പ്രതിമാസ സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞുള്ളവയ്ക്ക് 23 രൂപ വീതം ചാർജ് ഈടാക്കും. ഇതിൽ നിന്ന് നോൺ ഫിനാൻഷ്യൽ ഇടപാടുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ICICI ബാങ്കിൻ്റെ ശാഖകളിലൂടെയുള്ള പണം പിൻവലിക്കുന്ന ഈടാക്കുന്ന ഫീസും പുതുക്കിയിട്ടുണ്ട്. IMPS ഇടപാടുകളുടെ ചാർജിൽ മാറ്റം വരുത്തി. 2000 രൂപ മുതൽ 15 രൂപ വരെയാണ് ചാർജ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.